യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഒന്നും കൂടുന്നില്ല, ഡെഡായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ അലോയി കൊടുക്കണം നമ്മുടെ യൂട്യൂബിലും നമ്മുടെ YT സ്റ്റുഡിയോയിലും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണുക. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സെറ്റിങ്സിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈയിടക്കാണ് അറിഞ്ഞത്. ഞാനതിപ്പോൾ മാറ്റി നോക്കിയപ്പോൾ ഞാനത് മാറ്റിയിട്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാന്നുള്ള ഒരു ഇതിലാണ് നിന്നത്. പക്ഷേ എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. എൻ്റെ വാച്ച് അവർ ആയാലും 15-20 അത്രയും ഡ്യൂറേഷൻ മണിക്കൂറോളം എനിക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളിത് ഓണാക്കാണ്ടിരുന്നാൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആകാണ്ട് ഡെഡായി തന്നെ പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കാണുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ലോഗോയുടെ ഒരു ഓപ്ഷൻ കാണും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓൾ സെറ്റിങ്സ് ഉള്ളത് അവിടെയായിരിക്കും. അതിൽ നമ്മുടെ എൻ്റെ പേരിൻ്റെ സൈഡിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഒരു സിമ്പിൾ കാണും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോം ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനതവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഹോം ടാബും ഫോർ യു എന്ന് പറയുന്ന 2 സെക്ഷനാണ് അവിടെ ഉള്ളത്. അതിനാ രണ്ടും ഓണാക്കി വെച്ചിട്ടുണ്ട്. 90% ആൾക്കാരും ഇപ്പോൾ 90% ഇപ്പം മിക്ക ആൾക്കാരും YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും നമ്മുടെ ചുറ്റും അറിയാത്ത കുറേ ആൾക്കാർക്ക് ഇപ്പോഴും YT സ്റ്റുഡിയോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ YT സ്റ്റുഡിയോ ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും 100% അവരുടെ YT സ്റ്റുഡിയോ ഓൺ അല്ല, ഓഫ് ആയിരിക്കും. കാരണം ഇതെൻ്റെ ഓഫായിരുന്നു. അപ്പോൾ ഞാൻ ഓണാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഹോം ടാബിൽ ഷോ യുവർ ചാനൽ ഹോം ടാബ്, അതായത് ഓരോരുത്തരുടെയും യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ചാനൽ അവരുടെ ഹോം പേജിൽ വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ ഓണാക്കി കൊടുത്താൽ മാത്രമേ എല്ലാവരുടെയും ഹോം പേജിൽ ഇത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻ, അതായത് നമ്മുടെ എല്ലാ വ്യൂവേഴ്സ് ആയാലും നമുക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്രത്തോളം റെക്കമെൻഡേഷൻ മറ്റുള്ളവരിലേക്കും എത്തിക്കും എന്നാണ് അടുത്ത ഓപ്ഷൻ്റെ അർത്ഥം. അതും ഓണാക്കി കൊടുക്കുക. ഇത് 2 ഓണാക്കിയില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ അടുത്തതായിട്ട് മോർ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് ടൈപ്പ്, വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് എന്നും പറഞ്ഞ ഓപ്ഷൻ കാണും. അതെല്ലാം നമ്മൾ ഓണാക്കി കൊടുക്കുക. അതും ഓണാക്കി കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് താഴെയായിട്ട് 2 റെക്കമെൻഡേഷൻ്റെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഓൾ കണ്ടന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെക്കമെൻഡേഷനിലേക്ക് പോകേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് അർത്ഥം. കാരണം നമുക്ക് പോകേണ്ടത് നമ്മുടെ ഓൾ കണ്ടന്റ് പോകണം. അതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓൾ കണ്ടന്റിൻ്റെ ആണ്, അവിടെ ഇടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീസെന്റ് കണ്ടന്റ് ഒള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1 വർഷത്തിൽ എത്രത്തോളം വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് മാത്രമേ റെക്കമെൻഡേഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഇത് ഫോളോ ചെയ്യുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ YT സ്റ്റുഡിയോ ഉള്ളവരാണെങ്കിൽ തന്നെ നമ്മളത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയായെന്നാണ് കാണിക്കുന്നത് കൗണ്ടായിട്ട്. ഇപ്പോൾ 1K ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ തന്നെ 1000 സംതിങ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതായിട്ട് അവിടെ ഡിജിറ്റിൽ തന്നെ കാണിക്കും. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വാച്ച് അവേഴ്സ് എത്രയും കൂടിയെന്നായിരിക്കും. പിന്നെ ടോട്ടൽ വ്യൂസ് ആയിരിക്കും നോക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ കണ്ടന്റിനും എത്രത്തോളം വ്യൂസ് കിട്ടി, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ YT സ്റ്റുഡിയോ എന്താണെന്ന് അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോഴും മാക്സിമം ഒരു 50% ആൾക്കാരും ഏത് ടൈമിലാണ് വീഡിയോ ഇടുന്നത് അതുവരെ നോക്കും. പക്ഷെ ഇങ്ങനത്തെ സെറ്റിങ്സ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷന്റെ താഴെയായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടിയും 10 വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസ് അലോയി കിട്ടുന്നുള്ളൂ എന്ന് വ്യക്തമായിട്ട് YT സ്റ്റുഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട് താഴെയായിട്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. 10 വീഡിയോസ് അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമേ ഈ ഓപ്ഷൻ അലോയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ YT സ്റ്റുഡിയോയിലും അലോയി കിടക്കുവാണോ അതോ ഓഫായി കിടക്കുവാണോ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ വ്യൂസ് കുറയാനുള്ള, നമ്മുടെ ചാനൽ ഡെഡ് ആകാനുള്ള മെയിൻ റീസൺ കൂടിയാണ് ഈ ഓപ്ഷൻസ് ഓഫായി കിടക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൂടി താഴെ കൊടുക്കുന്നതായിരിക്കും. ഈ ഫൈനലി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.